ഈ ഹോട്ടലുകാരൊക്കെ ഉപയോഗിച്ച എണ്ണ തന്നെ 1ഉം 2ഉം വട്ടം മാറി മാറി യൂസ് ചെയ്യും. അതുപോലെ വടക്ക് കിഴക്ക് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു കടുകെണ്ണയായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അതിലുണ്ടാകുന്ന വൈറ്റമിൻസും മിനറൽസും അത്രയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമുക്കതൊരു ഹെൽത്തി ഫാറ്റും അതിൽ നിന്ന് കിട്ടാനുള്ള വളരെ ചാൻസസ് ഉള്ളതുകൊണ്ട്, കാശ് വളരെ കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. നമ്മൾ ഇന്ത്യയിലെല്ലാവരും കൂടുതലായിട്ടും കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഓയിൽ എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഈ ഓയിൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അൺഹെൽത്തി ആയിട്ടുള്ള ഓയിൽ നമ്മൾ എന്നും ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് തടി കൂടുന്നതിനും പ്രമേഹ രോഗങ്ങൾക്കും ഹാർട്ടിന് ബ്ലോക്കേജ് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏത് തരം ഓയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സേഫായിട്ട് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴത്തെ മാർക്കറ്റിൽ എങ്ങനത്തെയൊക്കെ ഓയിലാണ് നമുക്ക് നല്ലത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് തന്നെ റിഫൈൻഡ് ഓയിലിനെ പറ്റിയിട്ട് പറയാം. റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 90%-ലധികം ആളുകളും ഇപ്പോഴത്തെ ആളുകൾ യൂസ് ചെയ്യുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന സോയാബീൻ്റെ ഓയിലാണ്, സൺഫ്ലവറിൻ്റെ ഓയിൽ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഈവൻ കോക്കനട്ട് ഓയിൽ വരെ കിട്ടുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ബേസിലാണ്. ഇനി എന്താണ് ഈ റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയായിരിക്കും, പലർക്കും അറിയാത്തവരും ഉണ്ടായിരിക്കും. അവർക്കായിട്ട് പറയാണ്, ഓയിലിൻ്റെ റിഫൈനിങ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റേജസ് പോലെയായിട്ടാണ് റിഫൈൻ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓയിൽ ഒരു ഹൈ ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ ഹൈ ടെമ്പറേച്ചർ നന്നായിട്ട് ചൂടാക്കാനായിട്ട് അതിൽ ഹെക്സൈൻ പോലുള്ള കെമിക്കൽ സോൾവെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നല്ല ടെമ്പറേച്ചറിൽ ചൂടാക്കുക. അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നതിലൂടെ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ്, മിനറൽസ്, ഗുഡ് ഫാറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, ഇതെല്ലാം പോയി ഒരു ട്രാൻസ് ഫാറ്റിൻ്റെ രൂപത്തിലേക്ക് അത് കൺവേർട്ട് ആവുകയാണ് ചെയ്യുക. ഇതിലിത് തീരുന്നില്ല. വീണ്ടും എണ്ണ നല്ല ഹൈ ടെമ്പറേച്ചറിൽ സെക്കൻഡ് സ്റ്റേജിൽ ചൂടാക്കിയതിന് ശേഷം അതിലുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു മണം, അതുപോലെ അതിൻ്റെ ഒരു ടേസ്റ്റ്, അതും അതിലൂടെ പോയി കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേജ് ആവുന്നതിലൂടെ എണ്ണയിലേക്ക് TBHQ പോലുള്ള ഡൈമീഥൈൽ ഓക്സൈഡിൻ്റെ അതുപോലുള്ള ആൻറ്റി ഫോമിങ് ഏജൻ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് എണ്ണയിൽ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയ്ക്ക് കുറച്ചും കൂടി ഒന്ന് കാലയളവ്, ഒരു ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഏജൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു മണമില്ലാത്ത, ടേസ്റ്റ് ഇല്ലാത്ത, കളറില്ലാത്ത അങ്ങനെ ഒരു എണ്ണ നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത്രയും പ്രോസസ്സ് കഴിയുന്നതിലൂടെ എണ്ണയിൽ ഉണ്ടാകുന്ന ഒരു ഒട്ടിപ്പിടുത്തം പോലെയുണ്ട്. എണ്ണയ്ക്ക് നാച്ചുറലായിട്ടൊരു ഒട്ടിപ്പിടുത്തം, ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. പക്ഷെ ഇത്രയും ചൂടോടുകൂടി ഇത്രയും പ്രോസസ്സിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും അതില്ലാതാവുകയും അവസാനം പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് ഒരു റിഫൈൻഡ് ഓയിലിൻ്റെ രൂപത്തിലാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. ഇങ്ങനെയുള്ള ഈ ഒരു റിഫൈൻഡ് ഓയിലിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അതെല്ലാം പോയിട്ടൊരു ട്രാൻസ് ഫാറ്റിൻ്റെ രൂപത്തിലേക്കാണ് അത് കൺവേർട്ട് ആവുക. ഇനി ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ബാഡ് കൊളസ്ട്രോൾ, നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്, ബാഡ് കൊളസ്ട്രോളും ഉണ്ട്. ഈ ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കൂട്ടുന്നതിന് ഈ ട്രാൻസ് ഫാറ്റ് പോലെയുള്ള കാര്യങ്ങൾ വളരെയധികം കാരണമാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ റിഫൈൻഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള എല്ലാ ഓയിലിലും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഇത്രയും പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റിയും ഉണ്ടാവില്ല. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇനി ഏത് ഓയിലാണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. ഇപ്പോഴത്തെ എല്ലാവരും വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട്, ഹെൽത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് പലരും ചൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നൊരു കാര്യം. ഈ ഒലീവ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിയസ്റ്റ് ഓയിലിൽ ഒരു നല്ലൊരു ഹെൽത്തി ഓയിൽ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. പക്ഷേ നമ്മളെല്ലാവരും ഒരു ഇന്ത്യൻ കൾച്ചറിൽ, ഇന്ത്യയിൽ ഇങ്ങനെ ജീവിക്കുന്നിടത്തോളം ഞാനൊരിക്കലും പ്രിഫർ ചെയ്യില്ല നമ്മൾ ഒലീവ് ഓയിൽ ഇങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യമൊക്കെ. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം, 1 ലിറ്റർ നിങ്ങൾ ഒലീവ് ഓയിൽ എടുക്കാമെങ്കിൽ തന്നെ വളരെയധികം കാശ് കൂടുതലാണ് അതിന്. ഒരു 1000-ന് മുകളിലൊക്കെയാണ് അതിൻ്റെ കാശ് വരുന്നത്. അപ്പോൾ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും കാശിൽ ഒരാൾ വാങ്ങുക എന്ന് പറയുന്നത് സാധാരണക്കാരൊരാൾക്ക് പറ്റുന്നൊരു കാര്യമല്ല. അതൊന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പോപ്പുലാരിറ്റി വളരെയധികം കൂടുന്നതിനനുസരിച്ച് ഒലിവ് ഓയിലിൻ്റെ ഒരു അഡൾട്രേഷൻ, അതായത് കൃത്രിമവും വളരെയധികം കൂടി വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ഇനി മൂന്നാമത്തെ ഒരു കാരണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഹെൽത്തിയാണ്, നിങ്ങൾ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി നമ്മൾ ഒലീവ് ഓയിലിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല, നമുക്കത് കഴിക്കാൻ തന്നെ തോന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ ടേസ്റ്റിലും ഇന്ത്യൻ കൾച്ചറിലും ഒന്നും യോജിച്ച് പോകാത്തൊരു കാര്യം കൂടിയാണ് ഈ ഒലീവ് ഓയിൽ എന്ന് പറയുന്ന കാര്യം. ഹെൽത്തി ആണെങ്കിലും നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ സ്യൂട്ട് ആവാത്തൊരു കാര്യം. ഇനി എപ്പോൾ നമുക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും സാലഡ് പോലെയുള്ള കാര്യങ്ങൾ, പാസ്ത പോലെ അങ്ങനെ എന്തെങ്കിലും ചെറിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒലീവ് ഓയിൽ. അല്ലാതെ നോർമലായിട്ടുള്ളൊരു കുക്കിംഗ് ബേസിൽ
അത്രയും പ്രിഫറബിൾ ആയിട്ട് ഞാൻ എന്തായാലും പറയില്ല. ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഏത് കോക്കനട്ട് ഓയിലാണെങ്കിലും കടുകെണ്ണ, എള്ളെണ്ണ, ഇതിലൊക്കെ വരുന്ന കോൾഡ് പ്രസ്ഡ് ഓയിൽസ് നിങ്ങൾക്ക് കണ്ണും കൂട്ടി ഉപയോഗിക്കാവുന്നതാണ്. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അതുപോലെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ കിട്ടും. ആട്ടാനായിട്ട് നമ്മൾ മില്ലിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെ നമുക്ക് ആട്ടി കിട്ടുന്നൊരു വെളിച്ചെണ്ണയുണ്ട്. ആ വെളിച്ചെണ്ണ തന്നെ നമുക്ക് സ്മെല്ല് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നല്ലൊരു സ്മെല്ലും ഇതൊക്കെയായിരിക്കും വരിക. അങ്ങനെ നിങ്ങൾ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ഓപ്ഷൻ വേറെ ഒന്നുമില്ല. കോൾഡ് പ്രസ്ഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലൊരു ചൂട് കൊടുക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു റിഫൈൻഡ് ഓയിൽസിൽ നന്നായിട്ട് ചൂട് കൂട്ടിയിട്ടാണ് അതിലത്തെ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ പോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ഈ കോൾഡ് പ്രസ്ഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അധികം നമ്മൾ ചൂട് കൊടുക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. കൂടുതൽ നമ്മൾ പ്രസ് ചെയ്തിട്ടാണ് അതിലത്തെ ഒരു ഓയിൽ കൂടുതലും വേർതിരിക്കുക. ചൂടുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ട്. അപ്പോൾ അതിലുണ്ടാകുന്ന വൈറ്റമിൻസും മിനറൽസും അത്രയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമുക്കതൊരു ഹെൽത്തി ഫാറ്റും അതിൽ നിന്ന് കിട്ടാനുള്ള വളരെ ചാൻസസ് ഉള്ളത് കൊണ്ട് ആ ഒരു ഓപ്ഷനാണ് ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ കോൾഡ് പ്രസ്ഡ് ഓയിൽസിൻ്റെ സ്മോക്കിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൂടുതൽ ഹീറ്റിൽ കൂടുതൽ നേരം നമുക്കതിനെ പൊരിക്കാനും വറക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനും ഈ സ്മോക്കിംഗ് പോയിന്റ് കൂടുതലുള്ള എണ്ണകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്മോക്കിംഗ് പോയിന്റ് കോൾഡ് പ്രസ്ഡ് ഓയിൽസിൽ വളരെയധികം കൂടുതലാണ്. സ്മോക്കിംഗ് പോയിന്റ് വളരെ കുറഞ്ഞിട്ടുള്ള എണ്ണകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറേ നേരം നമ്മൾ ആ എണ്ണനെ ചൂടാക്കുന്നതിലൂടെ അതിൽ കുറച്ച് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ആ ഫാറ്റി ആസിഡ്സ് പതുക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കത് ശരീരത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തരാനാണ് കൂടുതലും സാധ്യതയുണ്ടാവുക. അതുകൊണ്ടാണ് കൂടുതലും പറയുന്നത് സ്മോക്കിംഗ് പോയിന്റ് വളരെ കൂടുതലുള്ള എണ്ണകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ പൊരിക്കാനും വറുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് വളരെ സേഫാണ്. നമ്മൾ അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത് പുറത്ത് പോയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഫുഡ് വളരെ സേഫായിട്ട് കഴിക്കണം എന്നുള്ള കാര്യം. കാരണം ഈ ഹോട്ടലുകാരൊക്കെ ഉപയോഗിച്ച എണ്ണ തന്നെ 1-2 വട്ടം മാറി യൂസ് ചെയ്യും. അങ്ങനെ അത് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ പിന്നെ അവർ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ആയിരിക്കും യൂസ് ചെയ്യുക. പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന സൺഫ്ലവർ ഏതൊക്കെ ഓയിൽസ് യൂസ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതിലൂടെയും അതിലടങ്ങിയിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അല്ല നമുക്ക് കിട്ടുക. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലായിരിക്കും നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതത്തിൽ ഏത് തരം ഓയിൽ യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളത് എവിടെയാണ് ജീവിക്കുന്നത് എന്നതിനനുസരിച്ചും കുറച്ചിരിക്കും. കാരണം കൂടുതലും കേരളം, തമിഴ്നാട് ആ ഒരു ഏരിയയിലൊക്കെ കോക്കനട്ട് ഓയിലാണ് കൂടുതലും യൂസ് ചെയ്യുക. ആന്ധ്രാപ്രദേശും രാജസ്ഥാൻ ആ ഒരു ഏരിയയിൽ എടുക്കുകയാണെങ്കിൽ എള്ളെണ്ണ, അതുപോലെ വടക്ക് കിഴക്ക് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു കടുകെണ്ണയായിരിക്കും യൂസ് ചെയ്യുക. മധ്യഭാഗം ഏകദേശം ഒരു ഗുജറാത്ത് ഭാഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും പീനട്ടിൻ്റെ എണ്ണയൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അവരുടെ ദേശത്ത് കൂടുതലായിട്ടും ഉത്ഭവിക്കുന്നതും അവർ ഉൽപ്പാദിപ്പിക്കുന്നതും അവിടുത്തെ നേച്ചറിൻ്റെ ക്ലൈമറ്റിനനുസരിച്ചും ആ തരം ഓയിലുകളാണ് കൂടുതൽ അവർ പ്രിഫർ ചെയ്യുക. അവസാനമായിട്ട് നെയ്യിൻ്റെ കാര്യം കൂടി പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമാവില്ല. കാരണം നെയ്യ് എന്ന് പറയുന്നത് വളരെ ഒരു ഹെൽത്തി എന്നൊരു ഓപ്ഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെയ്യിന് ഏറ്റവും കൂടുതൽ സ്മോക്കിംഗ് പോയിന്റ് ഉള്ളതും നെയ്യിനായതുകൊണ്ട് നമുക്ക് അധികം കൂടുതലായിട്ട് ഡീപ് ഫ്രൈ ചെയ്യുന്നതിനും അതുപോലെ ഒരു വട്ടം യൂസ് ചെയ്ത് 2-3 വട്ടം നമുക്ക് അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ നെയ്യ് എന്ന് പറയുന്നൊരു കാര്യം. പക്ഷെ നെയ്യ് അത്രയും കുറച്ച് പ്രൈസൊക്കെ കൂടുതലായതുകൊണ്ട്, അതിന് കാശ് വളരെ കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, നിങ്ങൾക്കത് അഫോർഡബിൾ ആണ്, നിങ്ങൾക്കത് വാങ്ങാനായിട്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നെയ്യിൽ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു സമ്മറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് നമ്മുടെ ഇപ്പോഴത്തെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന സൺഫ്ലവർ, പീനട്ട്, ഗ്രൗണ്ട് നട്ട് ഏത് തരം റിഫൈൻഡ് ഓയിൽസ് ആണെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. പക്ഷെ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അഫോർഡബിൾ, നമുക്ക് അത്രയും പ്രൈസ് കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഒരു ഭാരതീയ ഡിഷിന് അതൊരു ടേസ്റ്റ് ഇണങ്ങാത്തത് കൊണ്ടും അത് ഞാൻ അത്രയും പ്രിഫർ ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ, എള്ളെണ്ണ, കടുകെണ്ണ ഈ പറയുന്ന കാര്യങ്ങൾ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൾഡ് പ്രസ് ആയിട്ടുള്ള ഓയിലും കൂടി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി, അല്ലെങ്കിൽ എല്ലാവരും അവരവരുടെ ലൈഫിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.